വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും റീന മിസ് ആണ്. നന്നായിട്ട് പഠിക്കുന്നില്ല എല്ലാവരും ലൈവ് വീഡിയോസ് കാണുന്നില്ലേ? സ്ഥിരമായിട്ട് കാണാൻ നിങ്ങൾ മുടക്കം വരുത്തരുത്, നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് റെഗുലർ പോളിഗൺസ് എന്ന ടോപ്പിക്കാണ് മിസ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പോളിഗൺസിലെ വേറൊരു ടോപ്പിക്. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോളിഗൺസ് എന്ന ചാപ്റ്റർ തീർന്നു. അപ്പോൾ എല്ലാവരും പഠിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാം. ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലായ ട്രയാങ്കിളിന് നമ്മൾ പറയുന്ന പേരാണ്, എല്ലാ ആംഗിൾസും ഈക്വലായ ട്രയാങ്കിൾ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നിങ്ങൾക്കറിയാം, എല്ലാ കുട്ടികൾക്കും അറിയാനായിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ് തന്നെ മുൻപ് ഇതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ ഓരോ ആംഗിളും എത്ര വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. ഇത്തരം ട്രയാങ്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്നാണ് പറയാം. ഇനി 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഇത് നമ്മൾ എന്താ പറയുക? ഇങ്ങനത്തെ ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ എന്താ പറയുക? ഈ സൈഡും ഇതും 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 ഈക്വൽ ആണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ക്വയർ എന്നാ പറയുക. സ്ക്വയർ നിങ്ങൾക്കറിയാം, എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, റൈറ്റ്? അപ്പം ഇങ്ങനെ ഈ റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പോളിഗൺസിൻ്റെയും ഏത് നിങ്ങൾ ഹെക്സഗണോ ഹെപ്റ്റഗണോ അങ്ങനെ ഏത് പോളിഗൺ ആണെങ്കിലും അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കാം, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കാം. അത്തരം പോളിഗൺസ് നമ്മൾ പറയുന്ന പേരാണെന്ത്? റെഗുലർ പോളിഗൺസ്. For a polygon, if all angles and all sides are equal, then it is called regular polygon. മിസ്സുടെ ടേബിൾ വരച്ചിട്ടുണ്ട്. ഈ ടേബിൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വരച്ചിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. അപ്പോൾ റെഗുലർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ മിസ് പറഞ്ഞു ഇറ്റ്സ് എ റെഗുലർ പോളിഗൺ അല്ലേ. 3 sides and 3 angles are equal. നമ്പർ ഓഫ് എത്ര ആംഗിൾസ് ഉണ്ട്? നമ്പർ ഓഫ് ആംഗിൾസ് 3 ആണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് 3 ആംഗിൾസ് ഉണ്ട്. സം ഓഫ് ഇന്നർ ആംഗിൾ എത്രയാണ്? ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര കിട്ടേണ്ടത്? 180 കിട്ടണം അല്ലേ. നമ്മൾ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇക്വേഷൻ ഉണ്ട്, n-2 × 180 ഇന്നർ ആംഗിളുടെ സം കാണാൻ. ഒരു ഇന്നർ ആംഗിൾ കാണാൻ നമ്മൾ എന്താ 3 ഇന്നർ ആംഗിളിൻ്റെ സം ആണ് 180. ഇതൊരു റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 180 ഡിവൈഡഡ് ബൈ 3. അപ്പം നമുക്ക് എന്ത് കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും, റൈറ്റ്? ഇനി ഒരു ഔട്ടർ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾക്കറിയാം, ഔട്ടർ ആംഗിളിൻ്റെ സം ഏത് കേസിലും 360 ആയിരിക്കും. 3 ഇന്നർ ആംഗിൾ ഉണ്ടെങ്കിൽ 3 ഔട്ടർ ആംഗിൾ ഉണ്ടായിരിക്കും. ഈ 3 ഔട്ടർ ആംഗിളിൻ്റെയും കൂടെ സമ്മാണ് 360. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 360 ബൈ 3 എത്ര കിട്ടും നമുക്ക്? ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 കിട്ടും. ഇനി അത് അറിയാത്തവർക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു ഇന്നർ ആംഗിൾ 60 അല്ലേ? ഈ ഒരു ഇന്നർ ആംഗിൾ ഒരു ഔട്ടർ ആംഗിൾ കൂടെ ചേരുമ്പോഴാണ് ലീനിയർ പെയർ, റൈറ്റ്? അപ്പം അതിൽ ഒരു ആംഗിൾ 60 ആണെങ്കിൽ 60യുടെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുക? 120 ആഡ് ചെയ്താലല്ലേ. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഞാനവിടെ ഒരു ഇക്വേഷൻ മെത്തേഡിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി സ്ക്വയർ നോക്കൂ. നമ്പർ ഓഫ് ആംഗിൾസ് എത്ര ആംഗിൾ ഉണ്ട്? ഒരു സ്ക്വയറിൽ എത്ര ആംഗിൾസ് ഉണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ക്വയർ ആണെങ്കിലും പാരലോഗ്രാം ആണെങ്കിലും റോംബസ് ആണെങ്കിലും ഒക്കെ എത്ര ആംഗിൾസ് ഉണ്ട്? അതിൽ 4 ആംഗിൾസ്, റൈറ്റ്? സം ഓഫ് ഇന്നർ ആംഗിൾ എത്രയാണ്? നിങ്ങൾക്കറിയാം 360 ആണ് അല്ലേ? 360. ഇനി അപ്പോൾ ഒരു ആംഗിൾ 4 ആംഗിളിൻ്റെ സമ്മാണ് 360. ഒരു ആംഗിൾ കാണാൻ എന്താ ചെയ്യേണ്ടത്? 360 ബൈ 4 എത്ര കിട്ടുക നമുക്ക്? 90 ഡിഗ്രി, റൈറ്റ്? ഇനി ഔട്ടർ ആംഗിളിൻ്റെ സം എത്ര തന്നെയാണ്? അത് ഏത് പോളിഗണാണെങ്കിലും 360 ആണ്. 360 ബൈ എത്ര ഇന്നർ ആംഗിൾ ഉണ്ട്? 4. എത്ര ഔട്ടർ ആംഗിൾ ഉണ്ടാവും? 4. 360 ബൈ 4 നമുക്ക് എത്ര കിട്ടുക? 90 ഡിഗ്രി, റൈറ്റ്? അപ്പം അത് കിട്ടും. ഇനി അടുത്തത് റെഗുലർ ഹെക്സഗൺ ആണ്. എന്താ റെഗുലർ ഹെക്സഗൺ? എത്ര മിസ് എഴുതാൻ വിട്ടുപോയി. പെൻറ്റഗൺ വേണ്ടേ? പെൻറ്റഗൺ കഴിഞ്ഞല്ലേ ഹെക്സഗൺ എഴുതാൻ? എന്തൊരാളാണ് ഞാൻ, നിങ്ങളെ പോലെ തന്നെ. മിസ് തെറ്റിപ്പോയി. അപ്പോൾ നമ്മളിവിടെ റെഗുലർ പെൻറ്റഗൺ ആണ് കേട്ടോ. പെൻറ്റഗൺ കഴിഞ്ഞിട്ട് നമുക്ക് ഹെക്സഗൺ എഴുതാം.
പെൻറ്റഗൺ എത്ര ആംഗിൾസ് ഉണ്ട്? ഇറ്റ് ഈസ് 5. ഇനി അറിയാത്ത കുട്ടികളുണ്ടാവും 5 ആംഗിൾ ആണെങ്കിൽ എത്ര, അതിൻ്റെ സം എത്രയാണെന്ന് അറിയാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. എന്തായിരുന്നു? n-2 × 180. അറിയാത്തവർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. 5 - 2 എന്ന് പറഞ്ഞാൽ 3. 3 × 180. 3 × 180 എത്രയാണ്? ഇറ്റ്സ് ഈക്വൽ ടു 540. മനസ്സിലായോ എങ്ങനെ കിട്ടാന്നുള്ളത്? 540. റൈറ്റ്. ഇനി 540 ആണെങ്കിൽ 5 എണ്ണത്തിനാണ് 540. അപ്പോൾ ഒരു ആംഗിൾ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 540 ഡിവൈഡഡ് ബൈ 5. നിങ്ങൾക്ക് 108 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായോ? 108 ഡിഗ്രി എന്ന് കിട്ടും. ഇന്നർ ആംഗിളാണ്, ഉള്ളിലത്തെ എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 108, 108. റെഗുലർ പെൻറ്റഗൺ ആണെങ്കിൽ 5 108 ആംഗിൾസ് ഉണ്ടായിരിക്കും. അപ്പം ഇത് 108 ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 108ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുക? 72 ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഔട്ടർ ആംഗിൾ 72 ആവും. ഇനി അത് അറിയാത്തവർ എന്ത് ചെയ്താൽ മതി? ഔട്ടർ ആംഗിളുടെ സം 360 ആണ്. 360/5. 360/5 നമുക്ക് എത്ര തന്നെ കിട്ടുക? 72 ഡിഗ്രി. മനസ്സിലായോ? ഇനി അടുത്തത് റെഗുലർ ഹെക്സഗൺ. അപ്പോൾ പെൻറ്റഗൺ കഴിഞ്ഞു. നമ്മൾ അടുത്തതാ ചെയ്യാൻ പോകുന്നത് റെഗുലർ ഹെക്സഗൺ, അടുത്തത് റെഗുലർ ഹെപ്റ്റഗൺ. അപ്പോൾ ഇനി റെഗുലർ ഹെക്സഗൺ ആണ് ചെയ്യാൻ പോകുന്നത്. ഹെക്സഗൺ എത്ര ആംഗിൾസ് ഉണ്ട്? ഇറ്റ് 6 അല്ലേ? അപ്പോൾ നമുക്ക് അറിയാത്ത ആളുകളാണ്, 6 ആംഗിൾ ആണെങ്കിൽ എത്ര ഉണ്ടെന്ന് അറിയില്ല എങ്കിൽ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം n-2 × 180. n എത്രയാണ്? 6. 6 - 2 4. 4 × 180. 4 × 180 എന്ന് പറഞ്ഞാൽ എത്ര വരും എന്നറിയോ? 720 എന്ന് വരും. റൈറ്റ്. ഇറ്റ്സ് ഈക്വൽ ടു 720. 720. റൈറ്റ്. ഇനി നമുക്ക് ഒരു ആംഗിൾ കാണാൻ 720/6. 720/6 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ 120 എന്ന് കിട്ടും കേട്ടോ. ചെയ്ത് നോക്കാം, എളുപ്പമാണ്. 120 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇത് 120 ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ 60 ആണ് വരിക. അപ്പോൾ അല്ലേ 180 ആവുള്ളൂ. പക്ഷേ നമ്മളിവിടെ ഇക്വേഷൻ പ്രകാരം ചെയ്യുമ്പോൾ ഔട്ടർ ആംഗിളുടെ സം, ഇത് ഹെക്സഗൺ ആണെങ്കിലും 6 ഔട്ടർ ആംഗിൾസ് ഉണ്ടാവും. അതിൻ്റെ എല്ലാം കൂടെ സം എന്തായാലും വരുള്ളൂ? 360 മാത്രമേ വരുള്ളൂ. 360/6. അപ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. 60 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി റെഗുലർ ഹെപ്റ്റഗൺ. ഹെപ്റ്റഗൺ ഉണ്ട്. ഹെപ്റ്റഗൺ നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്ത് നോക്കുക. എങ്ങനെയാണ്? ഇവിടെ 7 ഉണ്ടാവും. ഇവിടെ എത്രയാണ് എഴുതുക, ഇവിടെ എത്രയാണ് എഴുതുക, ഇവിടെ എത്രയാണ് എഴുതുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇത് റെഗുലർ ഹെക്സഗണിൻ്റെ ചാർട്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ polygons with all sides and all angles are equal. ഇനി നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാം. ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ സൈഡ്സ് ആൻഡ് അൺഈക്വൽ ആംഗിൾസ്. ഒരു ഹെക്സഗൺ ആണ്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര ആംഗിൾസ് അല്ലെങ്കിൽ എത്ര സൈഡ്സ് ഉണ്ടായിരിക്കും? 6 സൈഡ്സ് അല്ലെങ്കിൽ 6 ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ആംഗിൾ എത്രയാണ് ഹെക്സഗൺ വരിക? നമ്മൾ n-2 × 180 കൊടുത്താൽ, നിങ്ങൾ നേരത്തെ ചാർട്ടിൽ പഠിച്ചു, ഞാൻ അറിയാത്തവർക്ക് ഞാൻ വീണ്ടും പറയുന്നത്, 6 - 2 × 180 ദാറ്റ് ഈസ് 4 × 180 എത്ര കിട്ടും? 720 എന്ന് കിട്ടും. 6 ആംഗിൾസ് എത്ര കിട്ടണം? സം എത്ര കിട്ടണം? 720 കിട്ടണം. റൈറ്റ്. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഈക്വൽ സൈഡ്സ് ആയിരിക്കണം. അപ്പോൾ ഞാൻ മിസ് വരയ്ക്കാൻ പോകുന്ന എല്ലാം 5 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് വിചാരിച്ചോളൂ. 5 സെൻറ്റിമീറ്റർ. പക്ഷെ അൺഈക്വൽ ആംഗിൾസ് ഒരിക്കലും ഈക്വൽ ആകുമ്പോൾ അൺഈക്വൽ ആയിരിക്കണം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം? 720. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. റൈറ്റ്. അപ്പം ഞാൻ മിസ്സിൻ്റെ ഒരു നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കുക. മിസ് ഒരു കാര്യം ചെയ്യുക, ആദ്യം ഒരു 100 ആയിക്കോട്ടെ. ഒരു 100. റൈറ്റ്. അടുത്തൊരു 110. 120 സാധാരണയായിട്ട് റെഗുലർ ഹെക്സഗണിലൊക്കെ ഉണ്ടാവുന്നതാണ്. മിസ് അടുത്തൊരു 140 എടുക്കുന്നു. അടുത്തൊരു 150 എടുക്കട്ടെ. അപ്പോൾ എത്രയായി? കൂടെ എല്ലാം കൂടെ എത്രയായിട്ടുണ്ടാവും? 720ൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. 6 ആംഗിൾസ് ഉണ്ടാവും വേണം. ഇപ്പം എത്രയായി? 5 4 9 10. 0 0 2 3 4 5. ഇപ്പോൾ 500 ആയി. ഇനി 2 ആംഗിൾ കൂടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. ഒരു ആംഗിൾ എത്ര എടുക്കാം? 500. ഇനി ബാക്കി ഒരു 120 വരണം. 120 ആംഗിൾ വരണമെങ്കിൽ 2 ചെറിയ ആംഗിൾസ് ആക്കി നമുക്ക് 120 അല്ല, സോറി 220 അല്ലേ?
220 വരണം. അപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു 160 കൊടുക്കാം. അപ്പോൾ അത്രയും 160 കൂടെ ഇതിൻ്റെ കൂടെ വരുമ്പോൾ 500ൻ്റെ കൂടെ 160 വന്നാൽ 660 എന്നായി. ഈ 660യുടെ കൂടെ എത്ര കിട്ടണം? 720 ആവണമെങ്കിൽ എത്ര കൂടെ വേണം? 16 കൂടെ വേണം അല്ലേ? അപ്പോൾ ഒരു ആംഗിൾ 60, റൈറ്റ്? അപ്പോൾ ഞാൻ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുക്കാം കേട്ടോ, ഇഷ്ടമുള്ള ആംഗിൾസ് എടുക്കാം. 100, 110, 140, 150, 160, 60. ഇത്രയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എല്ലാം ഞാൻ എന്തെല്ലാം വരയ്ക്കാൻ പോകുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് എല്ലാം. അപ്പോൾ ആദ്യം ഒരു കാര്യം നിങ്ങൾ ഒരു 5 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കാം, റൈറ്റ്? എ ബി, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ, ഇത് എഫ് കേട്ടോ. ABCDEF ആണ് അതിൻ്റെ പേര്. എന്താണ്? ഹെക്സഗൺ. റെഗുലർ അല്ല, ഈക്വൽ സൈഡ് മാത്രമേ ഉള്ളൂ, 5 സെൻറ്റിമീറ്റർ, ഈക്വൽ ആംഗിൾ അല്ല. മീൻസ് ഇനി എയിൽ വെച്ചിട്ട് 100 നിങ്ങൾ ഇവിടെ വെച്ചിട്ട് 100 പൊട്രാക്റ്റിൽ എടുക്കുക. ബി 110 അല്ലേ? ബി ഇവിടെ വെച്ചിട്ടൊരു 110 എടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം 110 എടുത്തിട്ട് ഇവിടെ നിങ്ങൾ ഒന്നുകിൽ സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കോമ്പസ് വെച്ചിട്ട് കോമ്പസും പെൻസിലും വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് 5 ആണ്, ഇത് 5 സെൻറ്റിമീറ്റർ ആണ്, ഇതും 5 സെൻറ്റിമീറ്റർ. എത്ര ആംഗിൾ? ഈ ആംഗിൾ എത്രയാണ്? ഇത് 100. ഈ ആംഗിൾ എത്രയാണ്? 110. സിയിൽ വെച്ചപ്പോൾ എ ബി, ഇത് സി ആണ്. സിയിൽ വെച്ചിട്ട് നമ്മൾ എന്താ വരയ്ക്കാൻ പോകുന്നത്? 140. അപ്പോൾ നിങ്ങളിവിടെ വെച്ചിട്ടൊരു 140 വരയ്ക്കും. ഒരു 140 വരച്ചു. ഈ 140 വരച്ച് ഇത് 140 ആണ് കേട്ടോ. 140 നിങ്ങൾ ഞാൻ വരയ്ക്കുന്ന പോലെ വരയ്ക്കരുത്. എങ്ങനെ വരയ്ക്കണം? പ്രൊട്രാക്ടർ വെച്ച് തന്നെ വരയ്ക്കണം. ഇത് 140 ആണ്. ഇപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ നമ്മൾ ഡി മാർക്ക് ചെയ്തു. ഇനി ഡിയിൽ വെച്ചിട്ട് എത്രയാണ് വരയ്ക്കേണ്ടത്? 150 വരയ്ക്കണം, റൈറ്റ്? ഡിയിൽ വെച്ചിട്ടൊരു 150 വരച്ചു. എത്രയായി? 150 വരച്ചു, റൈറ്റ്? ഞാൻ മിസ് ഇവിടെ 150. ഇനി ഇവിടെ വെച്ചിട്ട് എത്രയാണ് വരയ്ക്കേണ്ടത്? 160 ആണ്. നിങ്ങൾ വരച്ചത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ വരച്ച് 160 വരച്ചു. എന്നിട്ട് നിങ്ങൾ വരച്ചത് കറക്റ്റ് ആണ് എങ്കിൽ നമ്മൾ ഡി ആയി. ഇനി നമുക്ക് ഏതാ പോയിന്റ് വേണ്ടത്? ഇ എന്ന പോയിന്റ്. അപ്പോൾ ഇത് എഫ് ആണ്, റൈറ്റ്? എഫ് ആണ്. എഫിൽ നമുക്ക് 60 ആണ് വേണ്ടത്. എഫിൽ 60യും മിസ് വരച്ച് വരുമ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ ഇത് ഉണ്ടാവില്ല. ഞാനത് കറക്റ്റ് അല്ലാതെ വരച്ചാണ്. ഇതൊന്നും ഒറ്റ ആംഗിൾസും കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ 150 വരച്ചു. ഇനി ഞങ്ങളിവിടെ 160 ആൻഡ് 60 ആണ് വരിക. അപ്പോൾ നമ്മൾ വരച്ചതിൽ മിസ് കറക്റ്റ് അല്ലാതെ വരച്ചത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇവിടെ അങ്ങനെ കൂട്ടി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ശരിക്കും ഇത് നമുക്ക് ലഭിച്ചിട്ട് ഇത് നമുക്ക് 160 ആണ് വരേണ്ടത്. പക്ഷെ കാണുമ്പോൾ ഇതാണ് 160 പോലെ ഇരിക്കുന്നത്. മനസ്സിലായോ? ഇതല്ലേ വലിയ ആംഗിളായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ ഇതാണ് ഒരു 160 പോലെ ഇരിക്കുന്നത്. ഇത് 160 കിട്ടും, ഇത് നിങ്ങൾക്ക് 60 കിട്ടും കേട്ടോ. റൈറ്റ്? മനസ്സിലായോ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറി വരും, കുഴപ്പമില്ല. ഒരേപോലെ ആയാൽ മതി. ഇതും 5 ആണ്, ഇതും 5 ആണ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം 5 സെൻറ്റിമീറ്റേഴ്സ് കിട്ടും. എല്ലാം 5 തന്നെ വരയ്ക്കാൻ പാടുള്ളൂ. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മൾ വരച്ചത്. എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 6 ആംഗിൾസ്, ഞാൻ 65, 85 ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. മിസ് 6 ആംഗിൾസ് എടുത്തു. ഈ 6 ആംഗിൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരേണ്ടത്? 720 വരണം. ഓരോ സൈഡും ഈക്വൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡും എത്ര വരാൻ പാടുള്ളൂ? 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് വരയ്ക്കുക. നമ്മൾ എത്ര ആംഗിൾസ് ആണ് എടുക്കുക, ആംഗിൾ ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായി? അപ്പോൾ നമുക്കൊരു ഹെക്സഗൺ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുക? ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ ആംഗിൾസ് ആൻഡ് അൺഈക്വൽ സൈഡ്സ്. ഇനി എന്തായിരിക്കണം എന്നറിയോ? ആംഗിൾ ഈക്വൽ ആയിരിക്കണം. ആംഗിൾ ഈക്വൽ ആയിരിക്കണം, സൈഡ്സ് ഈക്വൽ ആവാനും പാടില്ല. അപ്പോൾ ഹെക്സഗണിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ് നമ്മളിപ്പോൾ പഠിച്ചു. ഹെക്സഗണിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 720 ആണ്. ഈക്വൽ ആംഗിൾ ആവണമെന്ന് പറഞ്ഞാൽ ആകെ എത്ര ആംഗിൾസ് ഉണ്ട് ഹെക്സഗണിന്?
6 ആംഗിൾസ്. 6 ആംഗിൾസ് ചേരുമ്പോഴാണ് 720 വരേണ്ടത്. അപ്പോൾ ഒരു ആംഗിൾ കാണാൻ 720/6 നിങ്ങൾക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. ഓരോ ആംഗിളും 120 ആയിരിക്കണം. പക്ഷേ സൈഡ് ഈക്വൽ ആവണമെന്നില്ല. അപ്പോൾ വളരെ എളുപ്പമാണ് വരയ്ക്കാൻ. നമ്മൾ ലൈൻ വരച്ചു, ഈക്വൽ സൈഡ് വേണമെന്നില്ല. ഇവിടെ ഒരു 120 വരയ്ക്കാം, ഇവിടെ ഒരു 120 വരയ്ക്കാം. അപ്പോൾ എ ബി ഇത് 120 ആണ് കേട്ടോ. 120 120. ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 120 വരയ്ക്കാം. ഇവിടെ വെച്ചിട്ട് വേറൊരു 120 വരയ്ക്കാം. എത്ര ആംഗിൾസായി? 120. ഇവിടെ വെച്ചിട്ട് നിങ്ങളൊരു 120 എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എടുത്ത എല്ലാ ആംഗിൾസും 120 ആണെങ്കിൽ തീർച്ചയായിട്ടും എത്രയായിരിക്കും? 120 ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടം അത്ര എടുക്കാം. ഈക്വൽ സൈഡ് വേണമെന്നൊരു നിർബന്ധമില്ല. മനസ്സിലായോ? ഒരു ലൈൻ വരയ്ക്കാം. ആംഗിൾ എപ്പോഴും 120 120. ഓരോ സൈഡ് വെച്ച് നിങ്ങൾ വരയ്ക്കുന്ന ആംഗിൾസ് എന്തായിരിക്കണം? 120 ആയിരിക്കും. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ മിസ് ഇത്രയും വെച്ചിട്ടുള്ള നിർത്തമാണ്. ഇനി നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ തന്നെ മിസ് ചെയ്തു തരാം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് മിസ് പഠിപ്പിക്കുന്നതൊക്കെ? എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ശരി.